ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2235. ഇന്ന് ഫെബ്രുവരി മാസം 12-ാം തീയതി, 43-ാമത്തെ ദിവസത്തിലെത്തി. നല്ല വൃക്ഷത്തിന് ചീത്ത ഫലങ്ങൾ നൽകാനായിട്ട് സാധിക്കുകയില്ല. വളരെ സ്വാഭാവികമായ ഒരു പ്രസ്താവനയാണ്. നല്ല വൃക്ഷത്തിന് നല്ല ഫലങ്ങളെ നൽകാൻ പറ്റും. അതുപോലെ ചീത്ത വൃക്ഷത്തിന് നല്ല ഫലങ്ങൾ നൽകാനായിട്ട് സാധിക്കുകയില്ല. ക്രിസ്തുയേശു പറഞ്ഞ ഒരു ഓർമ്മപ്പെടുത്തലാണ്. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 7-ാം അധ്യായത്തിലാണ്. അതിൻ്റെ 16, 17, 18 പറ്റിയ 19-ാമത്തെയും കൂടി ചേർത്തൊന്ന് വായിച്ചാൽ ഏതാണ്ട് ഈ നല്ല പുലരി പതിയെ കത്തിത്തുടങ്ങും. വല്ലാതെ നമ്മൾ പൊള്ളിത്തുടങ്ങും. വേറൊന്നുമല്ല കേട്ടോ, കൃത്യമായി നിശ്ചയമായും ഒടുവിലത്തെ തീരുമാനം, വിധിയും കൂടെ ഉണ്ട്. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. അവരുടെ ഫലങ്ങളിൽ നിന്ന് നിങ്ങൾ അവരെ അറിയും. ഓരോരുത്തരുടെയും ജീവിതത്തെ അവനവന്റെ പ്രവൃത്തികളാണ് വെളിപ്പെടുത്തുന്നത്. ഒരു വലിയ നോമ്പുകാലത്തിലേക്കൊക്കെ പരിശുദ്ധ സുറിയാനി സഭ പതിയെ നടന്നെത്തുമ്പോൾ അവനവന്റെ ജീവിതത്തെ കുറച്ചുകൂടി അടുത്ത് കാണാനും പരിശോധിക്കാനും ഒരു മനസ്സാകുന്നു. നമ്മളിങ്ങനെ വളരെ സൂക്ഷ്മദർശിനികൾ ഉപയോഗിച്ച്, അതെന്നെ ടെലസ്കോപ്പ്, അതിൻ്റെ വളരെ ശക്തിയുള്ള ലെൻസുകൾ ഉപയോഗിച്ച് പരിശോധിക്കുന്നത് മുഴുവൻ അവരന്റെ ജീവിതത്തെയാണ്. ഒന്ന് മാറ്റി പിടിച്ചാൽ മതി കേട്ടോ. അവരന്റെ ജീവിതത്തിലേക്കുള്ള നമ്മളുടെ ആ കണ്ണുകൾ, ആ ദുഷ്ടക്കണ്ണുകളായാലും നന്മയുള്ള കണ്ണുകളായാലും, നമ്മളിലേക്കും കൂടി ഒന്ന് തിരിച്ചു വെക്കാനായിട്ട് മനസ്സാവണം. അങ്ങനെയൊരു വെളിച്ചം അവനവന്റെ ജീവിതത്തിലേക്ക് കൂടി ഒന്ന് അടുപ്പിക്കണം. അതിലൊന്ന് ജീവിതത്തെ ഒന്ന് കണ്ടെത്തണം. കുറവുകളെ കണ്ടെത്താൻ വേണ്ടി മാത്രമൊന്നുമല്ല കേട്ടോ, അവനവന്റെ ജീവിതത്തെ ഒന്ന് സ്നേഹിച്ചു തുടങ്ങാനായിട്ട്, ആദരിച്ചു തുടങ്ങാനായിട്ട്. ഇതിങ്ങനെ കൈവെള്ളയിൽ കോരിയെടുത്ത കുറച്ച് വെള്ളം പോലെ, ഒരു കൈക്കുടനയിൽ എന്തുമാത്രം വെള്ളം കിട്ടും. അത് കോരിയെടുക്കുമ്പോൾ ഒരുപക്ഷെ നിറയുണ്ടാവും. അതിലേക്കൊന്ന് ഉറ്റു നോക്കുന്നതിനിടയിൽ പോലും തുള്ളി തുള്ളിയായിട്ട് ചോർന്നു പോകുന്നുണ്ട്, കുറഞ്ഞു പോകുന്നുണ്ട്. സ്വാഭാവികമാണ്. ഓരോ ദിനവും കഴിയും തോറും ആയുസ്സിൽ നിന്ന് ഒരു ദിവസം കൂടി നഷ്ടപ്പെട്ടെന്ന് നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അതുകൊണ്ട് കുറെ കൂടി നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വൃക്ഷമായി മാറാനായിട്ട് ഈ നല്ല നോമ്പുകാലത്ത് ഓരോരുത്തർക്കും വ്യക്തിപരമായി പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. അവനവന്റെ പരിസരത്തിനാണ് നൽകേണ്ടത്. കുറച്ച് സുഗന്ധം പരത്താനായിട്ട് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ആമേൻ.